അഞ്ചാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ യൂണിറ്റായ ചാന്ദ് കെ സാഥാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ കുറച്ച് വർക്ക്ഷീറ്റുകൾ പരിചയപ്പെടാം. ഈ പാഠത്തിന്റെ കഴിഞ്ഞ വീഡിയോകൾ കാണാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കടങ്കഥ പഠിച്ചത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അത്? ബച്ചോം കാ മേ മാമാഹും, കുട്ടികൾക്ക് ഞാൻ മാമനാണ്. ആസ്മാനുമേം രഹ്താഹും, ആകാശത്തിലാണ് ഞാൻ ഉള്ളത്. എന്തായിരുന്നു അതിൻ്റെ ഉത്തരം? അതെ, ചന്ദാ മാമ, അമ്പിളി അമ്മാവൻ, അതായിരുന്നു ഉത്തരം. അതുപോലെ വേറെ കുറച്ച് കടങ്കഥകൾ നമുക്ക് നോക്കിയാലോ. ബതായേ മേ കോൻ, പറയൂ ഞാൻ ആരാണ്. പൈർ നഹി പർ ചൽത്തി ഹും, കാലില്ല പക്ഷെ ചലിക്കുന്നു. നിങ് നിങ് കർത്തി ജാത്തി ഹും, നിങ് നിങ് എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകുന്നു. ആരാണ് ഞാൻ? കൂട്ടുകാർക്കെല്ലാം ഉത്തരം അറിയാമല്ലേ? കാലില്ലാതെ ചലിക്കുന്നതും നിങ് നിങ് എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകുന്നതും സൈക്കിളാണ്. അപ്പോൾ ഉത്തരം സൈക്കിൾ. ഇനി അടുത്തത് ഫലോം മേ ബഡാഹും, കാണ്ടോം സേ ഭരാഹും, പഴങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ്. കാണ്ടോം സേ ഭരാഹും, മുള്ളുകൾ നിറഞ്ഞതാണ്. കാണ്ടോം എന്ന് പറഞ്ഞാൽ മുള്ളുകൾ, ഫലോം എന്ന് പറഞ്ഞാൽ പഴങ്ങൾ. പഴങ്ങളിൽ ഏറ്റവും വലുതാണ്, മുള്ളുകൾ നിറഞ്ഞതാണ്. ആരാണ് ഞാൻ? അതെ, ചക്കയാണ്. ചക്കയ്ക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക? നമ്മൾ മുൻപ് പഠിച്ചു, കട്ഹൽ. അപ്പോൾ ഈ കടങ്കഥയുടെ ഉത്തരം കട്ഹൽ എന്നാണ്. ഇനി ഹാത്ത് മേ ഹൂ സാത്ത് മേ നഹി, ഹാത്ത് എന്ന വാക്കിലുണ്ട്. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ എന്നാണ്. ഹാത്ത് എന്ന വാക്കിലുണ്ട്, സാത്ത് എന്ന വാക്കിൽ ഇല്ല. സാഥി മേം ഹൂം സാഡി മേം നഹി, സാഥി എന്ന വാക്കിലുണ്ട്, എന്നാൽ സാഡി എന്ന വാക്കിൽ ഇല്ല. സാഥി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം. സാഡി എന്ന് പറഞ്ഞാൽ സാരി എന്നും. അപ്പോൾ ഏതാണ് ഉത്തരം? അതെ, ഉത്തരം ഹാഥി. ഹാത്ത് എന്നതിലെ ഹായും സാഥി എന്നതിലെ ധീയും ചേർന്ന് ഹാഥി. ഹാഥി എന്ന് പറഞ്ഞാൽ ആന എന്നാണ് അർത്ഥം. കൂട്ടുകാർ ഈ ചിത്രം നോക്കൂ. ഈ 3 കടങ്കഥയുടെയും ഉത്തരം ഈ ചിത്രത്തിലുണ്ട്. ഒരു ഹാഥി സൈക്കിളിൽ കട്ഹലുമായി പോകുന്ന ചിത്രമാണിത്, അല്ലേ? അടുത്തത് ചിത്ര ഖീഞ്ചെ നാമ് ദേ, ചിത്രം വരച്ച് പേര് കൊടുക്കുക. ഇവിടെ ഒരു ആനയുടെ ചിത്രം വരയ്ക്കുന്ന വിവിധ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നോക്കി കൂട്ടുകാർ വരയ്ക്കുമല്ലോ. അതിനുശേഷം ബതായേ മേ കോൻ ഹും, പറയൂ ഞാൻ ആരാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ആ ചിത്രത്തിൽ കാണുന്നത് ഒരു ആനയാണ്. അപ്പോൾ ആനയ്ക്ക് ഹിന്ദിയിൽ നമ്മൾ എന്താണ് പറയുക? ഹാഥി. അപ്പോൾ ഹാഥി എന്ന് നമുക്കവിടെ എഴുതാം. മുൻപുള്ള വീഡിയോയിൽ പാൽത്തു ജാൻവർ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വളർത്തുമൃഗങ്ങൾ, അതായത് ഡൊമസ്റ്റിക് ആനിമൽസ്. ഏതൊക്കെയാണ് ഡൊമസ്റ്റിക് ആനിമൽസ് അല്ലെങ്കിൽ പാൽത്തു ജാൻവർ? ഗായ്, ബില്ലി, ബക്കരി, കുത്ത. പാൽത്തു ജാൻവർ വളർത്തുമൃഗങ്ങൾ: ഗായ് പശു, ബക്കരി ആട്, ബില്ലി പൂച്ച, കുത്ത പട്ടി. ഇനി അടുത്തതായി കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെ പരിചയപ്പെടാം. കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക? ജംഗ്ലി ജാൻവർ, വന്യമൃഗങ്ങൾ, അതായത് വൈൽഡ് ആനിമൽസ്. ഏതൊക്കെയാണ് ജംഗ്ലി ജാൻവർ? ഹാഥി, ജിറാഫ്, ഹിരൺ, ഖർഗോഷ്, ഭാലു, ലോമഡി, ഷേർ, ബന്ദർ. ഹാഥി എന്ന് പറഞ്ഞാൽ ആന, ജിറാഫ്,
ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ. ഖർഗോഷ് മുയൽ. ഭാലു കരടി. ലോമഡി കുറുക്കൻ. ഷേർ സിംഹം. ബന്ദർ കുരങ്ങൻ. ഇനി നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. താഴെ ഒരു കഥയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കഥയിൽ ഇടയ്ക്കിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ കാണുന്ന മൃഗത്തിന്റെ ഹിന്ദിയിലുള്ള പേര് ചേർത്ത് വേണം ഈ കഥ വായിക്കാൻ. പണ്ട് നമ്മൾ കളിക്കുടുക്കയിലെല്ലാം ഇതുപോലത്തെ കഥകൾ വായിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് കഥ നോക്കാം. വിനു ഏക് ദിൻ ഹാഥി പർ ബൈഠ്കർ ജംഗൽ ജാ രഹാ ഥാ. വിനു ഒരു ദിവസം ആനയുടെ പുറത്തിരുന്ന് കാട്ടിലൂടെ പോവുകയായിരുന്നു. രാസ്തേ മേം ലോമഡി ഔർ ഭാലു സെ മില. വഴിയിൽ കുറുക്കനെയും കരടിയെയും കണ്ടു. ഹലോ ബതാത്തെ ഹുവേ ആകെ ചല. ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി. ഹിരൺ ഘാസ് ഔർ ഖർഗോഷ് കേല ഖാ രഹേ ഥേ. മാൻ പുല്ലും മുയൽ ഏത്തപ്പഴവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബില്ലി ഔർ കുത്ത ഏക് സാത്ത് ഖേൽ രഹേ ഥേ. പൂച്ചയും പട്ടിയും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കട്ഹൽ കെ പേട് പർ ബൈഠ്കർ ബന്ദർ ടാറ്റാ ബോല. കട്ഹൽ കെ പേട് ചക്കയുടെ മരം, അതായത് പ്ലാവ്. പ്ലാവിന്റെ മുകളിലിരുന്ന് ബന്ദർ ടാറ്റാ ബോല, കുരങ്ങൻ ടാറ്റ പറഞ്ഞു. വിനു ഭി ടാറ്റാ ബോല, വിനുവും ടാറ്റ പറഞ്ഞു. വഹ് ഹാഥി കെ ഊപ്പർ സെ നീച്ചെ ഗിര ഔർ ചില്ലാനെ ലഗ. അവൻ ആനയുടെ പുറത്തുനിന്നു വീണു, എന്നിട്ട് ഉറക്കെ നിലവിളിച്ചു. ചില്ലാനെ ലഗ, നിലവിളിച്ചു. മാമാ മാമി ദൗഡ്കർ ആയേ. അമ്മാവനും അമ്മായിയും ഓടി വന്നു. ക്യാ ഹുവാ ബേട്ട, എന്തു പറ്റി മോനെ? മേനെ ഏക് സപ്ന ദേഖ, ഞാൻ ഒരു സ്വപ്നം കണ്ടു. വിനുനെ കഹ, വിനു പറഞ്ഞു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടപ്പെട്ടോ? വിനു കണ്ട ഒരു സ്വപ്നമായിരുന്നു ഈ കഥ. ശീർഷക് ദേം. ശീർഷക് എന്ന് പറഞ്ഞാൽ ഹെഡിങ്. ശീർഷക് ദേം, ഒരു ഹെഡിങ് കൊടുക്കാനാണ്. ഈ കഥയ്ക്ക് ഒരു ഹെഡിങ് അല്ലെങ്കിൽ തലക്കെട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം. വിനു ജംഗൽ മേം എന്ന് നമുക്ക് തലക്കെട്ട് കൊടുത്താലോ? ഇനി നമുക്ക് ഈ കഥ തന്നെ ചിത്രത്തിന്റെ സ്ഥാനത്ത് ചിത്രത്തിലുള്ള മൃഗത്തിന്റെ ഹിന്ദിയിലുള്ള പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അതിന് ഹിന്ദിയിൽ പറയുന്ന ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എഴുതി നോക്കാം. വിനു ഏക് ദിൻ ഹാഥി പർ ബൈഠ്കർ ജംഗൽ ജാ രഹാ ഥാ. വിനു ഒരു ദിവസം ആനയുടെ പുറത്തിരുന്ന് കാട്ടിലൂടെ പോവുകയായിരുന്നു. ഹാഥി എന്ന് പറഞ്ഞാൽ ആന, ബൈഠ്കർ ഇരുന്നുകൊണ്ട്, ജംഗൽ എന്ന് പറഞ്ഞാൽ കാട്. രാസ്തേ മേം ലോമഡി ഔർ ഭാലു സെ മില. രാസ്തേ മേം വഴിയിൽ, ലോമഡി കുറുക്കൻ, ഔർ ഭാലു കരടി, കുറുക്കനെയും കരടിയെയും കണ്ടു. ഹലോ ബതാത്തെ ഹുവേ ആകെ ചല. ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോയി. ആകെ ചല, മുന്നോട്ടു പോവുക. ഹിരൺ ഘാസ് ഔർ ഖർഗോഷ് കേല ഖാ രഹേ ഥേ. മാൻ പുല്ലും മുയൽ ഏത്തപ്പഴവും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ, ഖർഗോഷ് എന്ന് പറഞ്ഞാൽ മുയൽ, കേല എന്ന് പറഞ്ഞാൽ വാഴപ്പഴം, ഏത്തപ്പഴം. ബില്ലി ഔർ കുത്ത ഏക് സാത്ത് ഖേൽ രഹേ ഥേ. പൂച്ചയും പട്ടിയും ഒരുമിച്ച് കളിക്കുകയായിരുന്നു. ബില്ലി പൂച്ച, കുത്ത എന്ന് പറഞ്ഞാൽ പട്ടി, ഖേൽ കളിക്കുക. കട്ഹൽ കെ പേട് പർ ബൈഠ്കർ ബന്ദർ ടാറ്റാ ബോല. ചക്കയുടെ മരത്തിലിരുന്ന്, പ്ലാവിലിരുന്ന്, കട്ഹൽ കെ പേട് എന്ന് പറഞ്ഞാൽ ചക്കയുടെ മരം, അതായത് പ്ലാവ്, പ്ലാവിലിരുന്ന് ബന്ദർ ടാറ്റാ ബോല, കുരങ്ങൻ ടാറ്റ പറഞ്ഞു. വിനു ഭി ടാറ്റാ ബോല, വിനുവും ടാറ്റ പറഞ്ഞു. വഹ്
ഹാത്തി കെ ഊപ്പർ സെ നീച്ചെ ഗിര. അവൻ ആനയുടെ മുകളിൽ നിന്ന് താഴെ വീണു. ഹാത്തി ആന, ഊപ്പർ സെ മുകളിൽ നിന്ന്, നീച്ചെ ഗിര താഴെ വീണു. ഔർ ചില്ലാനെ ലഗ എന്നിട്ട് ഉറക്കെ നിലവിളിച്ചു. ചില്ലാനെ ലഗ എന്ന് പറഞ്ഞാൽ ഉറക്കെ കരയുക. മാമ മാമി ദൗഡ്കർ ആയെ. അമ്മാവനും അമ്മായിയും ദൗഡ്കർ ആയെ ഓടി വന്നു. ദൗഡ്കർ ആന എന്ന് പറഞ്ഞാൽ ഓടി വരിക. ക്യാ ഹുവാ ബേട്ട എന്തു പറ്റി മോനെ? മേനെ ഏക് സപ്ന ദേഖ. ഞാൻ ഒരു സ്വപ്നം കണ്ടു. സപ്ന സ്വപ്നം, ദേഖ കണ്ടു. വിനുനെ കഹ വിനു പറഞ്ഞു. ഞാനൊരു സ്വപ്നം കണ്ടതാണ് എന്ന് വിനു പറഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി നോക്കാം. ഉൾട്ട പുൾട്ട. ഇവിടെ 3 വാക്കുകൾ, ആ വാക്കുകളിലെ അക്ഷരങ്ങൾ ക്രമം തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഉൾട്ട ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ശരിയായ ക്രമത്തിൽ എഴുതണം. ആദ്യത്തേത് ന ആ മാ സ. രണ്ടാമത്തേത് മ ഡി ലോ. മൂന്നാമത്തേത് ഹ ല ക ഡ. ആദ്യത്തെ വാക്ക് ഏതാണ്? കൂട്ടുകാർക്ക് എല്ലാം അറിയാമല്ലേ? ആസ്മാൻ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. രണ്ടാമത്തെ വാക്കോ? അതും കൂട്ടുകാർക്കറിയാം. ലോമടി. ലോമടി എന്ന് പറഞ്ഞാൽ കുറുക്കൻ. മൂന്നാമത്തെ വാക്ക് ഏതാണ്? അതും കൂട്ടുകാർ പഠിച്ചതാണ്. കട്ട്ഹൽ. കട്ട്ഹൽ എന്ന് പറഞ്ഞാൽ ചക്ക. ഗ ന ആം, ഡ ക സ. ഈ വാക്കുകൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? മുകളിലുള്ള വാക്ക് ഏതാണ്? ആങ്കൻ. ആങ്കൻ എന്ന് പറഞ്ഞാൽ മുറ്റം. താഴെയുള്ള വാക്കോ? സഡക്. സഡക് എന്ന് പറഞ്ഞാൽ റോഡ് എന്നാണ് അർത്ഥം. ഈ പാഠത്തിലെ വർക്ക്ഷീറ്റുകളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.